ഹായ് ഫ്രണ്ട്സ്, ടിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബോണ്ട നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ബോണ്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ബോണ്ടയ്ക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉരുളൻകിഴങ്ങ് ഒരു 4 എടുത്തിട്ടുണ്ട്. അത് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നന്നായി പുഴുങ്ങി വെച്ചതാണ്. പിന്നെ നമുക്ക് കടലമാവ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മൈദ ഒരു 4 ടേബിൾ സ്പൂണ്, ഉപ്പ് നമ്മുടെ പാകത്തിന്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള. ഇത്ര കൂട്ടാണ് നമുക്ക് ഈ ബോണ്ടയ്ക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ച കാരണം നമുക്കതിന് അതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയിട്ട്, അപ്പോൾ ഇതൊരു 400 ഗ്രാം ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് കളയാം. അപ്പോൾ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ നന്നായി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വേപ്പിലയും മല്ലിയിലൊക്കെ കൂടി ഇതുപോലെ ചെറുതാക്കി അരിയാം. നമുക്കിതിനെ ഒന്ന് വാട്ടാം. അത് ഞാൻ ചട്ടി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഇടാം. ഇഞ്ചി എടുത്ത് മൊരിയണം കേട്ടോ. നമുക്കതിലേക്ക് സവാള, പച്ചമുളക്, വേപ്പിലിട്ട് നന്നായി ഒന്ന് വാട്ടാം. അപ്പോൾ കുറച്ച് ഉപ്പും പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് വാട്ടിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടും. ഇത് സവാളയും ഇതൊന്നും നന്നായി വാടി ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഉരുളൻകിഴങ്ങിലിട്ട് കൂട്ടി തിരുമ്പാനുള്ളതാണ്. അപ്പോൾ നന്നായി ഒന്ന് വാടി കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം പിന്നെ അധികം എരിവ് വേണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. ഞാൻ എരിവിൻ്റെ ഒരു മണം പച്ചക്കുത്ത് മാറി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റവ് ഓഫാക്കി വയ്ക്കാം. ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. പിന്നെ നമുക്ക് ഈ കടലമാവും മൈദമാവും കൂടിയിട്ട് ഒന്ന് ഇതിന് മാവ് കൂട്ടി കുഴച്ച് വയ്ക്കാം. അതിൽ ലൂസാക്കി കുഴക്കരുത് കേട്ടോ, ഈ കട്ടിയിൽ വേണം അത് കുഴയ്ക്കാനായിട്ട്. 4 ടേബിൾ സ്പൂൺ വീതമാണ് കടലമാവും മൈദമാവും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിനിട്ട് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് ലൂസാക്കി എടുക്കാം. മാവിനെ ഇളക്കി ഈ പരുവത്തിൽ ഇത്ര ലൂസ് നോക്കിയിട്ടാണ്. ഇനി അധികം ലൂസാവണ്ട. ഇത് അപ്പോൾ ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നീക്കി വയ്ക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായി ഒന്ന് കൈവച്ച് ഉടച്ച് അതിൽ നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ടതൊക്കെ കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആദ്യം ഉരുളൻകിഴങ്ങ് നന്നായി ഒന്ന് ഉടച്ച് വയ്ക്കാം. ഉടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ മസാല മുരിച്ചതില്ലേ അത് ഇതിലിട്ടിട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഓരോ ബോളുകളാക്കി എടുക്കാം.
നമ്മൾ ഉരുളൻകിഴങ്ങിൽ ഉപ്പിടാത്ത കാരണം നമ്മൾ ഇതിൽ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്ത് ഉരുളൻകിഴങ്ങ് നന്നായി ഇതേപോലെ കുഴക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായി പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി ഉടഞ്ഞ് ചേർന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ഇതേപോലെ ഓരോ ബോളുകളാക്കി വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരുമിച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് തരാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് തീ നന്നായി ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം പിന്നെ ഇത് ഉരുട്ടി അതിലിടാനായിട്ട്. നമ്മളിത് മാവിൽ മുക്കി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തീ കൂടി കഴിഞ്ഞാൽ ഈ ഇതാകെ കരിയും. അപ്പോൾ കരിയാണ്ടിരിക്കാനാണ് ഇത്തിരി തീ കുറച്ചിട്ട് കൊടുക്കാൻ പറയുന്നത്. ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് വേവിക്കാം. വെളിച്ചെണ്ണ തീ കുറഞ്ഞ് ചൂട് വരുമ്പോൾ തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ഭാഗവും നമ്മളൊന്ന് ബ്രൗൺ കളറാക്കുന്നവരെ വേവിച്ചെടുക്കാം. അത് നമ്മുടെ പോണ്ട ഏതാണ്ട് എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട ശരിയായിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.